താങ്കൾ പാർട്ടിയുടെ ഭാഗമാകാൻ പോവുകയാണെന്നാണ്. അതെ അതെ. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ CPIM ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത്. 20 വർഷം ഞാൻ സഹയാത്രികനായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ പാർട്ടി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മളുടെ രാജ്യത്ത് ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ പോയി ആരംഭഘട്ടത്തിൽ മതേതര സർക്കാരുകൾ അധികാരത്തിൽ വന്നു. എന്നാൽ ആ മതേതര സർക്കാരുകൾക്കൊന്നും 1.5 പതിറ്റാണ്ടിലധികം ആയുസ്സില്ല എന്നുള്ളതാണ് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മമതാ ബാനർജി വലിയ കൊടുങ്കാറ്റുയർത്തിയാണ് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ആ മമതാ ബാനർജി തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അവരുടെ പാർട്ടി പിളർന്നു. അവർ തന്നെ അവരുടെ പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും പിരിച്ചുവിട്ടു. BJPക്ക് വളരെ സേഫായിട്ടുള്ള ഒരവസ്ഥയിൽ ബംഗാൾ ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കേരളത്തിലും അധികം വൈകാതെ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF വലിയ തോതിലുള്ള വർഗീയ മതധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് 3 സീറ്റാണ് ബംഗാളിൽ കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഓർക്കണം. ആ 3 പിന്നീട് അവിടെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യസ്നേഹികളും മതനിരപേക്ഷവാദികളും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം, CPIMനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ജില്ലയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളുകൂടിയാണ്. ജില്ല വിഭജിക്കണമെന്നുള്ള ഒരു ആവശ്യം മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തും അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ജില്ലയുടെ ഒരു വിഭജനം കൊണ്ട് ജില്ലയുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വികസന കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണം. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDFനെ പിന്തുണച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരത് ചെയ്യുമായിരിക്കും. ഈ LDFിനകത്ത് ഉപ നേതാവുമായി ബന്ധപ്പെട്ട പദവിയുമായി ബന്ധപ്പെട്ട CPIയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്, തർക്കം നടക്കുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അതൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ലല്ലോ. ശരി.